ഇന്ന് നമ്മൾ കൊച്ചി വാട്ടർ മെട്രോയിൽ ഒരു യാത്ര നടത്തുകയാണ്. ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്കും അവിടെ നിന്ന് ഒരു റോറോയിൽ കയറി ഫോർട്ട് കൊച്ചിക്കുമാണ് പോകുന്നത്. സാഗരറാണി ബോട്ടുകളും സൂര്യാംശവും ക്ലിയോപാട്രയും മറ്റ് ആഡംബര ക്രൂയിസ് ബോട്ടുകളുമൊക്കെ യാത്രക്കാരെ കാത്ത് കിടക്കുന്നു. നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ലോഞ്ചിലൂടെ ബോട്ടിലേക്ക് നടക്കുകയാണ്. 40 രൂപയാണ് ഇപ്പോൾ വൈപ്പിനിലേക്ക് ടിക്കറ്റ്. സാധാരണയായി 45 മിനിറ്റ് ഇടവിട്ട് ബോട്ട് സർവീസ് ഉണ്ട്. വെയിറ്റിംഗ് ലോഞ്ചും പാസേജുമൊക്കെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിച്ചിരിക്കുന്നു. നീലേശ്വരം എന്ന ബോട്ടിനുള്ളിലൂടെ കയറി ഇറങ്ങിയാണ് നമുക്ക് പോകേണ്ട നീണ്ടകര എന്ന ബോട്ടിലേക്ക് കയറിയത്. ഏഴിമല, മുസിരിസ്, ബേപ്പൂർ എന്നിങ്ങനെയൊക്കെ നമ്മുടെ തുറമുഖങ്ങളുടെ പേരുകളാണ് വാട്ടർ മെട്രോ ബോട്ടുകൾക്ക് നൽകിയിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലഗതാഗത സംവിധാനമാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ റെയിലിന്റെ ഒരു ഫീഡർ സർവീസാണ് ഇത്. 2023 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഘടിപ്പിച്ച ഈ ബോട്ടുകൾ 100 പേർക്ക് വരെ സഞ്ചരിക്കാവുന്നവയാണ്. ഒരേ ടിക്കറ്റ് ഉപയോഗിച്ച് കൊച്ചി മെട്രോയിലും വാട്ടർ മെട്രോയിലും സഞ്ചരിക്കാവുന്ന സംവിധാനവുമുണ്ട്. 78 കിലോമീറ്റർ വിസ്തൃതിയുള്ള റൂട്ടുകളുടെ ശൃംഖലയിലൂടെ 10ഓളം ദ്വീപുകളെ വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്നു. 15ഓളം വ്യത്യസ്ത റൂട്ടുകളിൽ ഓടുന്ന വാട്ടർ മെട്രോ ബോട്ടുകൾ 38 ബോട്ട് ജെട്ടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് പുറപ്പെടുകയാണ്. രാവിലെ 8:45 സമയമായതിനാൽ വലിയ തിരക്കില്ല. ബോട്ടിന്റെ പവർ ചാർജിംഗ് സ്റ്റേഷനാണ് ആ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനും കളറിങ്ങും ഒക്കെയാണ് മെട്രോ ബോട്ടിന്റേത്. മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റുകളൊക്കെ ദൂരെ കാണാം. വീൽ ഹൗസ് എന്ന ഡ്രൈവർ ക്യാബിനാണ് ഇത്. ബോട്ട് മാസ്റ്റർ എന്ന സ്രാങ്ക് ഇവിടെ ഇരുന്നാണ് ബോട്ട് ഓടിക്കുന്നത്. ആ വലിയ മരങ്ങളൊക്കെ കാണുന്ന ബോൾഗാട്ടി ദ്വീപിനരികിലേക്കാണ് ബോട്ട് പോകുന്നത്. നല്ല ഭംഗിയും സൗകര്യവുമുള്ള ബോട്ട്. ബോൾഗാട്ടി ദ്വീപാണ്. ബോൾഗാട്ടി പാലസും കാണാം. 1744 ഡച്ചുകാർ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം എന്ന് കരുതപ്പെടുന്നു. ദൂരെ കണ്ടെയ്നർ ടെർമിനൽ കാണാം. വാട്ടർ മെട്രോയുടെ ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. വാണിജ്യ ഫെറി വിഭാഗത്തിലെ ബോട്ടുകൾക്ക് ലഭിക്കുന്ന ഗസീസ് ഇലക്ട്രിക് ബോട്ട് അവാർഡ് ഈ ബോട്ടുകൾക്ക് ലഭിക്കുകയുണ്ടായി. വലിയ ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ നീങ്ങുന്നു. മച്ചുവയിലിരുന്ന് മീൻ പിടിക്കുന്നവരുമുണ്ട്. കണ്ടെയ്നർ ടെർമിനലിലെ കൂറ്റൻ ക്രെയിനുകൾ. SCI ചെന്നൈ എന്ന കണ്ടെയ്നർ ഷിപ്പും കിടപ്പുണ്ട്. കണ്ടെയ്നർ പൊക്കി മാറ്റുന്ന ക്രെയിനൊക്കെ താഴ്ന്നു വരുന്നത് കാണാം. വലിയൊരു ഷിപ്പാണ്. വൈപ്പിൻ ജെട്ടിയാണ് ദൂരെ കാണുന്നത്. ഇതൊക്കെ കായലിനക്കരെ ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളാണ്. 24 മീറ്റർ നീളവും 6.5 മീറ്റർ വീതിയുമുള്ള ഈ ബോട്ടുകൾ ഫുള്ളി എയർ കണ്ടീഷൻഡും വൈഫൈ എനേബിൾഡുമാണ്. തിരമാലകളെ അതിജീവിക്കുവാൻ പ്രാപ്തമായ വീതി കുറഞ്ഞ ഇരട്ട ഹള്ളുകളുള്ള കറ്റമരൻ ബോട്ടുകളാണിവ. വേഗത്തിൽ ചാർജ് ചെയ്യാവുന്ന ലിഥിയം ടൈറ്റനേറ്റ് ഓക്സൈഡ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഈ ബോട്ടുകളിൽ ഇലക്ട്രിക് ഹൈബ്രിഡ് പ്രവർത്തനത്തിനുള്ള ഡ്യുവൽ പവർ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാണുന്നത് റോറോ എന്ന ജങ്കാർ സർവീസാണ്. നമ്മൾ അതിൽ കയറി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. വൈപ്പിൻ ജെട്ടിയിലേക്ക് അടുക്കുകയാണ്.
വാണിജ്യ വികസനവും ടൂറിസവും ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന കൊച്ചിൻ വാട്ടർ മെട്രോ പദ്ധതിയുടെ ആകെ ചെലവ് 820 കോടി രൂപയാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലകളിലൊന്നായ എറണാകുളം കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. നഗരത്തിലെ മലിനീകരണവും ഗതാഗതക്കുരുക്കും കുറയ്ക്കുന്നതിനും കൊച്ചിയിലെ വിവിധ മേഖലകളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി നടപ്പാക്കിയ സംവിധാനങ്ങളാണ് വാട്ടർ മെട്രോയും റെയിൽ മെട്രോയും. കൊച്ചിൻ വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ്. നമ്മൾ മാത്രമേ ഇവിടെ ഇറങ്ങുവാനുള്ളൂ. ബോട്ട് ജെട്ടിക്കുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെളിയിലെത്തി. നമ്മൾ കണ്ട റോറോ പോയിരിക്കുന്നു. ഈ വാഹനങ്ങളും ആൾക്കാരുമൊക്കെ ജങ്കാർ കാത്തു നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇവരോടൊപ്പം റോറോയിൽ ഫോർട്ട് കൊച്ചിയുടെ സൗന്ദര്യത്തിലേക്ക്. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.